ഹലോ വെൽക്കം ബാക്ക് ടു അനാബ്യാഷ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് ആമിമോൾക്ക് ഫസ്റ്റായിട്ട് സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ ജസ്റ്റ് അവളൊന്ന് എണ്ണ തേച്ച് കുളിക്കുന്നതും അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫായിരുന്നു എടുക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഡേ പകുതി ആയപ്പോഴേക്കന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ മോക്കിപ്പോൾ 10 മന്ത് ആയിട്ടുണ്ട്. ഇതൊരു 4 മന്ത് മുന്നേ ഉള്ള വീഡിയോ ആണ്. മോൾക്ക് ഞാൻ സോളിഡ് സ്റ്റാർട്ട് ചെയ്തത് 6 മന്തിൻ്റെ ഒരു 10 ഡേയ്സ് മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ കുട്ടികൾക്കും അങ്ങനെ ആവണമെന്നില്ല. നമ്മൾ കുറച്ച് 6 മന്ത് ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത് എന്നൊക്കെ പറയും. പക്ഷേ ചില അവസ്ഥയിൽ നമുക്ക് നേരത്തെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഈ ഫുഡിനോടൊക്കെ അധികം ടെൻഡൻസിയൊക്കെ കാണിക്കുന്ന ടൈമിൽ നമ്മൾ ഒരു പീഡിയാട്രീഷ്യൻ്റെ അടുത്തിട്ട് ചോദിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ ഫുഡ് സ്റ്റാർട്ട് ചെയ്യാം. കുട്ടികൾ പ്രിപ്പയർ ആണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന ടൈമിൽ മോൾക്ക് 1 വീക്ക് കുറുക്ക് റാഗിയാണ് ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, മുത്താറി. അപ്പോൾ അത് 1 വീക്ക് ഞാൻ കൊടുത്ത് ആൾ ഓക്കെ ആണ്, അവൾക്ക് അലർജി കാര്യങ്ങൾ കുഴപ്പമൊന്നുമില്ല എന്ന് വരുത്തിയതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പം കുറച്ച് ക്വാണ്ടിറ്റിയും കൂട്ടിയിട്ടുണ്ട്. ആദ്യം നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയാണ് 1 വീക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്, പിന്നെ കുറച്ചധികം ക്വാണ്ടിറ്റി കൂട്ടിയിട്ടുണ്ട്. അപ്പം കുറേ കൊടുക്കാനെന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ക്ഷമയുള്ളൊരു കാര്യമാണ് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ളത്. പിന്നെ അത്രയും നമ്മൾ ക്ഷമയോടെ അവരുടെ രീതിക്ക് അനുസരിച്ച് വേണം ഫുഡ് കൊടുക്കാൻ. അവരെങ്ങനെയാണോ കംഫർട്ട് നമ്മൾ അവരെ കളിപ്പിച്ച് എങ്ങനെയാണെങ്കിലും ഫുഡ് നമുക്ക് കൊടുക്കണം. അപ്പോൾ മോൾക്ക് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞാൻ 2 രീതിയിലും കൊടുക്കലുണ്ട്. അവളെ ചെയറിൽ ഇരുത്തിയിട്ടും ഫുഡ് കൊടുക്കലുണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ ഇതേപോലെ കാലിൽ കിടത്തിയിട്ടും ഫുഡ് കൊടുക്കലുണ്ട്. അപ്പോൾ രണ്ടും അവൾ പ്രാക്ടീസ് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ഇങ്ങനെ ഇരുന്ന് കൊടുക്കുന്ന ടൈമിൽ കഴുത്തൊക്കെ നല്ലപോലെ അങ്ങോട്ട് ഉറക്കില്ലല്ലോ കുട്ടികൾക്ക്. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ബാക്കോട്ടൊക്കെ മാളി പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ കംഫർട്ടിന് അവൾക്കും വേഗം കഴിക്കാനുള്ളൊരു കംഫർട്ട് നോക്കിയിട്ട് കാലിൽ കിടത്തി കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഇരുത്തി കൊടുത്തതിന് ശേഷം കാലിൽ കിടത്തി. ഇങ്ങനെ ആകുമ്പോൾ അവൾക്കും കഴിക്കാനും ഒക്കെ ഇഷ്ടമാണ്. കൈ പിടിച്ച് അവൾ തന്നെ ഒറ്റയ്ക്ക് കഴിച്ചു തുടങ്ങും കേട്ടോ. അപ്പോൾ ഇങ്ങനെയും കൊടുക്കലുണ്ട്. നമ്മളെപ്പോഴും സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ മുത്താറിയാണ് ഏറ്റവും നല്ലത് കേട്ടോ കൊടുക്കാൻ. അപ്പം ഞാനിങ്ങനെ പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് ചോദിച്ചപ്പം പറഞ്ഞത് മുത്താറി സ്റ്റാർട്ട് ചെയ്തോളൂ എന്നാണ് പറഞ്ഞത്. പിന്നെ എന്ത് കൊടുക്കുകയാണെങ്കിലും നമ്മൾ 1 വീക്ക് അവർക്ക് അതൊന്ന് പരിചയപ്പെടുത്തിയിട്ട് വേണം അടുത്ത ഫുഡ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ 1 വീക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മുത്താറി. അപ്പോൾ അതന്നെയാണ് ഇന്ന് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇടയ്ക്ക് ആളും കൂടി പിടിച്ച് വലിച്ച് വാങ്ങിച്ച് കഴിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് അധികം ക്വാണ്ടിറ്റി ആണല്ലോ കൊടുക്കുന്നത്, സ്പൂണിലെടുക്കുന്നത് വിചാരിക്കേണ്ട. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചധികം ക്വാണ്ടിറ്റി എടുത്താൽ അതിൻ്റെ പകുതിയൊക്കെ വായിലേക്ക് ആവുള്ളൂ. പിന്നെ ഇത് മോർണിംഗ് ആണ് കേട്ടോ ഞാൻ കൊടുത്തത്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറേ അവൾ കളിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം എണ്ണ തേച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഉരുക്ക് വെളിച്ചെണ്ണയാണ്. പിന്നെ ഇത് ക്യാരറ്റ് ഓയിലാണ്. അപ്പോൾ അത് തന്നെയാണ് മോൾക്ക് ഞാൻ തേച്ച് കൊടുക്കൽ കേട്ടോ. അങ്ങനെ അതാ ഉരുക്ക് വെളിച്ചെണ്ണ, തേങ്ങാപ്പാൽ വെളിച്ചെണ്ണ ഉണ്ടാക്കിയതാണ് മോൾക്ക് എപ്പോഴും യൂസ് ചെയ്യാറ്. അപ്പോൾ അതിട്ട് നല്ലോണം ഒന്ന് ഹെയറിൽ പിടിപ്പിച്ചതിന് ശേഷം ക്യാരറ്റ് ഓയിലാണ് ഞാൻ തേച്ച് കൊടുക്കൽ. പിന്നെ എന്താ പറയുക, ഉരുക്ക് വെളിച്ചെണ്ണയും മേത്ത് തേച്ച് കൊടുക്കലുണ്ട് കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. ക്യാരറ്റ് ഓയിൽ രണ്ടും ഞാൻ ചിലപ്പം 10 ഡേയ്സ് ഒന്നാണെങ്കിൽ 10 ഡേയ്സ് മറ്റേത് അങ്ങനെ മാറി യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലാനും. അപ്പോൾ അതാണ് തേച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ എണ്ണ തേച്ച് കൊടുക്കുന്ന ടൈമിൽ മാക്സിമം അവരുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. മാക്സിമം അവരെ കളിപ്പിച്ച് ചിരിപ്പിച്ച്, ഞാൻ പറഞ്ഞില്ലേ ഭക്ഷണം കൊടുക്കുന്ന പോലെ തന്നെ ക്ഷമ വേണം കുട്ടികളെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ. കാരണം അവർ കംഫർട്ടായാൽ നമുക്ക് നമ്മുടെ ജോലിയും ഈസി ആകും, അവരും കംഫർട്ടായിരിക്കും. അപ്പം അങ്ങനെ നമ്മൾ കുറേ കളിപ്പിച്ച് ചിരിപ്പിച്ച് വേണം ചെയ്യാൻ കേട്ടോ ഓരോ കാര്യങ്ങളും.
അപ്പോൾ പിന്നെ കുട്ടികൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ വേറൊരാളോട് സംസാരിച്ചിരുന്ന് കുട്ടികൾക്ക് ഇങ്ങനെ എണ്ണ വെച്ച് കൊടുക്കുമ്പോൾ ഒരിക്കലും അവർ ഹാപ്പി ആയിരിക്കില്ല, കരയുകയും അങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മൾ ചെയ്യുന്ന കാര്യം എപ്പോഴും ആത്മാർത്ഥതയോട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിവിടെ അവളുടെ അടുത്ത് കുറേ സംസാരിക്കുകയും പാട്ടുപാടിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ആൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷേ അവളുടെ ശ്രദ്ധ മാറ്റി വേറെ എന്തെങ്കിലും പാട്ടൊക്കെ പാടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിരിപ്പിച്ചിട്ടൊക്കെയാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, ഹെയർ തൊടുന്നതും ഫേസ് തൊടുന്നതൊന്നും വലിയ ഇഷ്ടമില്ല. പക്ഷേ ശ്രദ്ധ തിരിച്ച് ചെയ്യുമ്പോൾ വലിയ പ്രശ്നമില്ല. അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്തു കൊടുക്കൽ. പിന്നെ നമുക്ക് കഴിയുന്നത്ര നമ്മൾ എന്താ പറയുക, ഓരോ ദിവസവും നമ്മൾ വെറുതെ ഗ്യാപ്പ് ഇടാതെ, ചിലപ്പോൾ നമ്മൾ കുറച്ച് ഒരു 1, 2, 3, 4 വയസ്സ് വരെയൊക്കെ ഉള്ളൂ കുട്ടികൾ ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച് കുളിക്കാൻ സമ്മതിക്കലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ആ ഒരു ടൈം നമ്മൾ യൂസ് ചെയ്യുക. അവർ എന്താ പറയുക, വേണ്ടാന്ന് പറയുന്ന ആ ഒരു ടൈം വരെ നമ്മൾ അവരെ നല്ല രീതിയിൽ തന്നെ നോക്കുക. അപ്പം ആൾക്കിങ്ങനെ കമിഴ്ന്ന് കിടന്ന് എണ്ണ തേക്കാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കി, ഇപ്പം ഈ ഒരു ടൈമിൽ കഴുത്തൊക്കെ അങ്ങനെ ഉറച്ച് വന്ന ഒരു ടൈമാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ മസാജ് നല്ല നമ്മൾ കഴിയുന്നത്ര അവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലൊക്കെ മസാജൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ എന്താ പറയുക പാട്ടൊക്കെ വെച്ചിട്ടും, ഞാൻ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പാട്ട് വയ്ക്കുകയും ഞാൻ തന്നെ കളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ആൾ ചിരിക്കുന്നത് കേട്ടോ വീഡിയോയിൽ. അല്ല നമ്മൾ വേറെ എന്തെങ്കിലും ശ്രദ്ധയിലാണ്, അവർക്ക് ഇങ്ങനെ തേച്ച് കൊടുത്ത് ബുദ്ധിമുട്ടിക്കുമ്പോൾ അവർക്കും അത് ഇറിറ്റേഷനാവും, നമുക്കും അതൊരു എന്താ പറയുക തലവേദനയാവും. കാരണം കുട്ടികളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അധികം കണ്ടിട്ടുണ്ട്, അധിക സ്ഥലത്തും അങ്ങനെ അവർ വേറൊരു വർത്തമാനത്തിലായിരിക്കും. പക്ഷെ കുട്ടികളെ കാര്യം ചെയ്യുമ്പോൾ അവർ കരയുകയായിരിക്കും. പിന്നെ കുറേ എടുത്ത് നടക്കുക, എണ്ണ തേച്ച് കിടക്കൂല. നമ്മൾ കുട്ടികളെ ഒരിക്കലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ശീലിപ്പിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ കുട്ടികൾ വളരുള്ളൂ. അപ്പോൾ ഇതൊക്കെ പാട്ട് പാടിയിട്ടാട്ടോ ചെയ്യുന്നത്, ഡാൻസ് കളിപ്പിക്കാമെന്ന് അവൾ വിചാരിക്കുന്നത്. പക്ഷേ നല്ലൊരു എക്സസൈസും കൂടിയാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തു കൊടുക്കൽ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട്, മോൾക്ക് ഇങ്ങനെ ഹിക്കപ്സ് വരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഹിക്കപ്സ് വരുന്നുണ്ട്. ചെറിയ ബേബീസിനൊക്കെ അധികം അങ്ങനെ ഉണ്ടാവും കേട്ടോ. എപ്പോഴും ഇങ്ങനെ ഹിക്കപ്സ്, എല്ലാ കുട്ടികൾക്കൊന്നല്ല, ചില കുട്ടികൾക്കൊക്കെ ഇങ്ങനെ എപ്പോഴും ഹിക്കപ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഞാനത് കുറേ പേരെടുത്ത് അങ്ങനെ ചോദിച്ചപ്പോഴും, പിന്നെ എനിക്ക് ഡെലിവറി ടൈമിൽ നമുക്ക് വീട്ടിൽ ആൾ നിൽക്കാനുണ്ടാവുമല്ലോ കുട്ടീനെ കുളിപ്പിക്കാനും നമ്മുടെ എല്ലാ പ്രസവരക്ഷാ കാര്യങ്ങൾ ചെയ്യാനൊക്കെ. അപ്പോൾ ആ ടൈമിൽ അവർ എന്നോട് പറഞ്ഞത് അത് കുഴപ്പമില്ല ഹിക്കപ്സ് ഇടുന്നത്. പിന്നെ അവർ ബോഡി പാർട്സ് വയറൊക്കെ വലുതാവാനും ഒക്കെ സഹായിക്കും ഹിക്കപ്സ് ഇടുമ്പം. അവർ അന്നനാളും അങ്ങനെയൊക്കെ റെഡി ആവാനാണ് എന്നൊക്കെ അവർ പറഞ്ഞു. എനിക്കറിയില്ല കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട്, പക്ഷേ അതൊന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ പാൽ കൊടുക്കുന്ന നേരമൊക്കെ റെഡിയാവും. പിന്നെ 6 മന്തിന് ശേഷം നമ്മൾ വെള്ളമൊക്കെ കൊടുത്തു തുടങ്ങുമല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ കൊടുത്താലൊക്കെ മാറിക്കോളൂ കേട്ടോ. അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ മാക്സിമം അവരതാ എൻജോയ് ചെയ്തിട്ട് കുളിപ്പിക്കുക. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ കുറേ കഴിഞ്ഞാലൊന്നും കുട്ടികൾക്കൊരു മടി ഉണ്ടാവില്ല കേട്ടോ. എണ്ണ തേക്കാനും കുളിക്കാനും ഒരു മടി ഉണ്ടാവില്ല. അല്ലാതെ നമ്മളത് അവരെ ഇറിറ്റേഷൻ ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ അവരെ ഒരു വയസ്സാവുന്നതിന് മുന്നേ തന്നെ എണ്ണ തേക്കൽ നിർത്തേണ്ടി വരും. അപ്പോൾ മാക്സിമം നമ്മൾ അവരെ കളിപ്പിക്കുക. പിന്നെ ഇതിപ്പോൾ ഒരു മണിക്കൂറൊക്കെ ആയിട്ടോ മോൾ എണ്ണ തേച്ച് കിടക്കുന്നു. പിന്നെ അതിനുശേഷം ഞാൻ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി കളിപ്പിച്ചുകൊണ്ട് കുളിപ്പിക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവൾ കരയാന്ന് പറഞ്ഞാൽ ചില ടൈമിലൊക്കെ കരയും കേട്ടോ. പക്ഷേ ചില ടൈമിൽ നമ്മൾ ഇതേപോലെ അവരെ ഹാപ്പി ആക്കുകയാണെങ്കിൽ പ്രശ്നമില്ല, അങ്ങനെ വെച്ച് തന്നോളും. എന്നാലും മാഷാഅല്ലാ മോള് വലിയ കുഴപ്പമില്ല, കരയലൊന്നുമില്ല. അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലും ഉറക്കമൊക്കെ വന്നിട്ടാണെങ്കിൽ മാത്രമേ അങ്ങനെ കരയുള്ളൂ, അല്ലാതെ വേറെ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ആൾ എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ വേഗം കുളിപ്പിക്കലൊക്കെ കഴിക്കുകയാണ്. പിന്നെ ഈ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മോള് നല്ലൊരു ഉറക്കം ഉറങ്ങി കേട്ടോ. കുറേ നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്ന് അവൾക്ക് ഫസ്റ്റായിട്ടൊരു ഫ്രൂട്ട് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ വീഡിയോ ഒക്കെ ഇതിൻ്റെ ഇടയ്ക്ക് മിസ്സിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവക്കാഡോ ആയിരുന്നു കേട്ടോ അവൾക്ക് ഫസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല പഴുത്ത അവക്കാഡോ കിട്ടിയിട്ടുണ്ടായിരുന്നത്.
അപ്പം നല്ല ഇങ്ങനെ പഴുത്ത അവക്കാഡോ ആകുമ്പോൾ എന്താ പറയുക, കുറച്ച് പൾപ്പ് നമുക്ക് സ്മാഷ് ചെയ്യാനൊക്കെ എളുപ്പമാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതാണ് ഇപ്പോൾ ഫ്രൂട്ട് കൊടുത്ത് നോക്കുന്നത് ഫസ്റ്റായിട്ട് തന്നെ. പിന്നെ ഇത് ഫുള്ളൊന്നും എടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് എടുത്തിട്ടേ ഉള്ളൂ. ബാക്കി ഞങ്ങൾ മറ്റേ മൂത്ത രണ്ടാക്കും ജ്യൂസ് അടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, വേറൊരു അവക്കാഡോ കൂടി എടുത്തിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്യാണ്. പിന്നെ ഇത് മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ, വേണമെങ്കിൽ എന്തെങ്കിലും തേനോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാനൊന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫസ്റ്റായിട്ട് മോക്ക് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഒരുപാട് ക്വാണ്ടിറ്റി ഇങ്ങനെ കൊടുക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കേണ്ട കേട്ടോ, കാരണം നമ്മൾ എടുക്കുന്നതിൻ്റെ പകുതിയൊക്കെ അവരെ വായിലേക്ക് ആവുള്ളൂ. അപ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റി എടുത്താലേ അവർക്ക് ആവശ്യമുള്ളത് അവരെ വായിലേക്ക് ആവുള്ളൂ. പിന്നെ വേറൊരു ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ മൂത്ത 2 കുട്ടികൾക്കും ഞാൻ കൊടുത്തത് അങ്ങനെയാണ് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് ഒരു സ്പൂണിൽ ഒരു പകുതിയല്ല ഒരു 1/4 ഭാഗം എടുത്തിട്ട് നമ്മൾ കുട്ടികൾക്ക് ഫുഡ് കൊടുത്ത് ശീലിപ്പിക്കുമ്പോൾ അവർ വലുതാവുന്ന ടൈമിലും അവർക്ക് കുറച്ചധികം ഫുഡ് കഴിക്കാൻ കഴിയില്ല. അപ്പോൾ അവർ ഒരു വലുതാവുന്ന ടൈമിൽ ഒരു 3-4 വയസ്സൊക്കെ ആയാലും നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാവും കേട്ടോ. കാരണം ചെറിയ ക്വാണ്ടിറ്റി ശീലിപ്പിച്ച് കഴിഞ്ഞാൽ അവർ പിന്നെ നമുക്ക് ആ ഒരു ടൈം ദേഷ്യം വരും. അപ്പം കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളാണത് ശീലിപ്പിച്ചത്. അപ്പോൾ അവർക്കത് മാറ്റാൻ കഴിയില്ല, നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ എല്ലാവരും ഇങ്ങനെ എൻ്റെ ഈ അഭിപ്രായമുള്ളവരായിരിക്കണം എന്നില്ല കേട്ടോ, എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അങ്ങനെ അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇത് കൊടുത്തപ്പോൾ, ഫ്രൂട്ട് കൊടുത്തപ്പോൾ. പിന്നെ മോളടുത്ത് മൂത്ത മോന് വന്നിട്ട് കളിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അവളിങ്ങനെ ചിരിച്ച് കളിച്ചിട്ട് തന്നെയാണ് കഴിക്കുന്നത്. അങ്ങനെ പിന്നെ ഞാൻ ആദ്യം എടുത്ത ബൗൾ മാറ്റി കേട്ടോ, കാരണം ആ ഒരു റബ്ബറിൻ്റെ ഒരു ടൈപ്പ് സ്പൂണാണല്ലോ. അപ്പോൾ അത് അവൾക്ക് ഈ ഫ്രൂട്ട് കൊടുക്കാൻ കംഫർട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേറൊരു സ്റ്റീലിൻ്റെ സ്പൂൺ എടുത്ത്, പിന്നെ അധിക ടൈമിൽ ഞാനിങ്ങനെ ഇരുത്തി ഫുഡ് കൊടുക്കാൻ നോക്കും കേട്ടോ. അങ്ങനെ കഴിച്ച് ശീലിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതാണല്ലോ. അപ്പം ഇതാണ് എടുത്തത്. പിന്നെ ഇതിൽ കുറച്ചൊക്കെ മതിയാക്കിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ ഞാൻ ഇതൊരു കണ്ടിന്യൂ ഒരു 1 വീക്കിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റത്തെ വീക്ക് ഞാൻ ഒരു നേരം മാത്രമായിരുന്നു ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. റാഗി, പല സ്ഥലത്തും പല പേരായിരിക്കും, മുത്താറി, റാഗി, അങ്ങനെ കുറേ പേരുകളുണ്ട്. അപ്പോൾ അതായിരുന്നു കൊടുത്തത്. അപ്പോൾ നെക്സ്റ്റ് വീക്കാണ് ഞാൻ ഈ ഒരു ഫ്രൂട്ട് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ രണ്ടും സക്സസ് ആയിരുന്നു. പിന്നെ മാഷാ അല്ലാഹ് ഇപ്പോൾ മോൾക്ക് 10 മന്ത് ആവാനായി. അപ്പം ഇപ്പോൾ ഫുഡ് കൊടുക്കുന്നതൊക്കെ ഡിഫറെൻ്റാണ്. നമ്മൾ ക്വാണ്ടിറ്റിയും പിന്നെ അതേപോലെ ടൈമിങ്ങും ഒക്കെ കൂട്ടുമല്ലോ. 2 നേരം കൊടുക്കുന്നത് പിന്നെ 4 നേരം ആവും, അങ്ങനെ കൂടി വരുമല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ബേബീസിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് റെസിപ്പീസും പിന്നെ കുട്ടികൾക്ക് എന്താ പറയുക, കുട്ടികളുള്ള അമ്മമാർക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസൊക്കെ ഇനിയും ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ഇൻഫർമേഷൻസ്, നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി കമൻറ്റിൽ പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.